സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് കെ.എസ്.ആർ.ടി.സിയിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചതുകൂടി വലിയ തകർച്ചയിലേക്കാണ് സ്വകാര്യ ബസ് മേഖല സംസ്ഥാനത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നോടൊപ്പം ഉള്ളത് കേരള ബസ് ഓപ്പറേറ്റീവ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റായ കെ.ടി. വാസുദേവനാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ ഈ പ്രിയദർശിനി പദ്ധതി വന്നതോടുകൂടി സ്വകാര്യ ബസ് മേഖലയുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്? പ്രിയദർശിനി സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര കഴിഞ്ഞ മാസം 15-ാം തീയതി മുതൽക്കാണ് നടപ്പിലാക്കിയത്. അതുമൂലം പൊതുവേ ഈ പ്രൈവറ്റ് ബസ് സാമ്പത്തികമായി അതിരൂക്ഷമായ പ്രതിസന്ധി കൂടിയാണ് കടന്നു പോകുന്നത്. അതിനിടയിൽ 60% സ്ത്രീകളാണ് ഞങ്ങളെ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. 40% വിദ്യാർത്ഥികളും മറ്റുള്ള ആളുകളും യാത്ര ചെയ്യുന്നത്. ഈ സൗജന്യ യാത്രയോട് കൂടിയിട്ടുണ്ടാകുന്ന ഒരു ബസ്സിന് ദിവസം വരുമാനത്തിൻ്റെ കാര്യത്തിൽ 3000 രൂപ 4000 രൂപ വരെ നഷ്ടത്തിലാണ് ഓടുന്നത്. ഒട്ടുമുക്കാൽ ബസ്സുകളും ഈ 1-ാം തീയതി കുറേ ബസ്സുകൾ G-ഫോം കൊടുത്തിട്ട് അത് നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. കടപ്പാടം പണയം വെച്ചിട്ടും പിന്നെ ബാങ്കിൽ പണയം വെച്ചിട്ടും മറ്റുള്ള ബാങ്കിൽ നിന്ന് പലിശ എടുത്തിട്ടാണ് ഈ ബസ് നടത്തിപ്പോകുന്നത്, ഒരു ഉപജീവമാർഗം എന്ന നിലയിൽ ഉണ്ടാകുന്ന കരുതൽ. അപ്പോൾ ഈ നഷ്ടം സഹിച്ചുകൊണ്ട് ഒരു രീതിയിൽ ഇത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ സൗജന്യം അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള ഫ്രീ യാത്ര കൊടുക്കുന്നത് സാധാരണക്കാരിൽ ആയിരിക്കണം. ഇവിടെ 75% പ്രൈവറ്റ് ബസ്സുകളാണ് കേരളത്തിൽ ഓടുന്നത്. 25% മാത്രമേ ഉള്ളൂ കെ.എസ്.ആർ.ടി.സി. അതിൽ 3000 ചില്ലാനം ബസ്സുകളാണ് ഓർഡിനറി ബസ്. ഈ 3000 ചില്ലാനം ഓർഡിനറി ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കിട്ടുമ്പോൾ 10,000 ബസ് പ്രൈവറ്റ് ബസ്സിൽ ഉള്ള യാത്രക്കാരന് മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യ യാത്ര കിട്ടണമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഞങ്ങളെ ബസ്സിലും ഈ സ്ത്രീ സൗജന്യ യാത്ര കൊടുത്തിട്ട് 0 ടിക്കറ്റ് നിലയിൽ ആ പണം ഗവൺമെൻറ് തരിക. 1 ലക്ഷം അല്ലെങ്കിൽ 90,000 60,000 ഉറുപ്പിക ശമ്പളം വാങ്ങുന്ന ആളുകൾക്കാണ് ഈ സ്ത്രീ സൗജന്യമായിട്ട് കൊടുക്കുന്നത്. ഈ സ്വകാര്യ ബസ് മേഖല ഇപ്പോൾ സമരത്തിലേക്ക് കടക്കുകയാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ്? കോഴിക്കോട് നാളെ സമരമാണോ? എന്താണ് അതിൻ്റെ ഒരു അപ്ഡേഷൻ? നാളെ ഞങ്ങൾ ഗവൺമെൻറ്റിന് മുമ്പിൽ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ബസ് ഉടമസ്ഥകളും കളക്ട്രേറ്റിന് മുമ്പിൽ നിരാഹാര സമരം ചെയ്യാൻ പോവുകയാണ്. ഗവൺമെൻറ്റിനെ കണ്ണ് തുറപ്പിക്കേണ്ട കാര്യത്തിൽ ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിനോ ഒരു സമരമുഖത്തേക്കോ ഞങ്ങൾ ഇപ്പം പോകുന്നില്ല. അത് അടുത്ത 6-ാം തീയതി ഫെഡറേഷൻ ഗതാഗത മന്ത്രിയായിട്ട് കൂടി ആലോചിച്ചിട്ടുള്ള ആ തീരുമാനത്തിൻ്റെ പുറത്തേക്ക് മറ്റുള്ള നടപടിക്രമത്തിലേക്ക് പോകുള്ളൂ. നാളെ ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം നിരാഹാര സമരം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ ട്രേഡ് യൂണിയൻകാരും തൊഴിലാളികളും ബസ്സുണ്ട് ഉടമസ്ഥന്മാരും മുഴുവൻ ആളുകളിൽ പങ്കെടുക്കും. ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്ന ഞങ്ങൾക്ക് യാതൊരു പരാതികളും ഇല്ല. ഞങ്ങളെ കൂടി സംരക്ഷിച്ചു വരുന്നു. 2000 കോടി ഉറുപ്പികയാണ് ഒരു ദിവസം പ്രതി ഗവൺമെൻറ്റിലേക്ക് ഞങ്ങൾക്ക് ആദായത്തിൽ കൊടുക്കുന്നത്. ഒരു കെ.എസ്.ആർ.ടി.സി ബസ് ഒരു ദിവസം നടത്തുന്നതിലുണ്ടാകുന്ന 1400 ഉറുപ്പികയാണ് 14,000 ഉറുപ്പികയാണ് ഒരു കെ.എസ്.ആർ.ടി.സി ഗവൺമെൻറ് ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് ഉറുപ്പിക നികുതി ഞങ്ങൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നത്. വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് കുതിക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ 30,000-ൽ പരം തൊഴിലാളികൾ ഇതിൽ ജോലി ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റുമുള്ള ആളുകളും അതുമായിട്ടുള്ള ഉടമസ്ഥന്മാരും എല്ലാം മുഴുവൻ പട്ടിണിയിലേക്ക് പോകുന്നൊരവസ്ഥയിലാണ് ഇതുപോലെ ഉണ്ടാകുന്നത്. വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് സ്വകാര്യ ബസ് മേഖല നീങ്ങുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിന് സർക്കാർ ഇവർക്ക് താങ്ങായി നിൽക്കണം. സംസ്ഥാന സർക്കാർ അടിയന്തര നടപടി ഈ വിഷയത്തിൽ ഈ പ്രശ്ന പരിഹാരത്തിന് സ്വീകരിക്കണമെന്നാണ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ എല്ലാവരും ഐകകണ്ഠേന പറയുന്നത്. ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനോടൊപ്പം ചേതൻ സാജൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.